റഷ്യയും ബ്രിട്ടനും കൊമ്പ് കോർക്കുകയാണ്. ബ്രിട്ടന്റെ ഊർജ പൈപ്പ് ലൈൻ തകർക്കുമെന്ന് റഷ്യ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഇവർ തമ്മിൽ ഉണ്ടാവാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് പറയുന്നത്. അമേരിക്ക പോലും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാറി നിൽക്കുന്ന സമയത്ത് രഹസ്യമായ രീതിയിലും പരസ്യമായും ബ്രിട്ടൻ ഉക്രൈനെ സഹായിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധപ്രഖ്യാപനത്തിന് തുല്യമായ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ആ പ്രവർത്തനത്തിൽ നിന്ന് എന്ത് ചെയ്യണം? ബ്രിട്ടൻ മാറി നിൽക്കണം. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ജനങ്ങൾക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 72 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന അടിയന്തിരമായിരിക്കുന്ന കിറ്റുകൾ തയ്യാറാക്കണം എന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അക്രമമോ ഈ പറയപ്പെട്ട രീതിയിലുള്ള ഊർജ്ജ പൈപ്പ് ലൈൻ്റെ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ജീവിക്കാൻ വേണ്ടിയിരിക്കുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടണം എന്നുള്ളൊരു മുന്നറിയിപ്പ് പൗരന്മാർക്ക് നൽകിയതായിരിക്കുന്ന വിവരം ബ്രിട്ടനിൽ നിന്ന് പുറത്തു വന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവർ വലിയ ഭയപ്പാടിലാണ് എന്നുള്ളൊരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമേരിക്കയുമായിട്ട് ഉടക്കിയത് കൊണ്ട് ലോകത്തിൻ്റെ മുൻപിൽ നെറുകയിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയാനുള്ള വേദികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഇറാനെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല, അതേപോലെ തന്നെ റഷ്യയെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ പകരം തങ്ങളുടെ ഈ യൂറോപ്യൻ സഖ്യകക്ഷിയുടെ ഭാഗമായിരിക്കുന്ന ഉക്രൈനെ സഹായിക്കുക എന്നുള്ള രീതിയാണ് ഇപ്പോൾ ബ്രിട്ടൻ പിന്തുടരുന്നത്. അതാണ് യഥാർത്ഥത്തിൽ റഷ്യ ഇപ്പോൾ പൊളിച്ചടക്കിയിരിക്കുന്നത്.